ഒരു കാലത്തും എനിക്കൊരു വീടുണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിരാശരായിരിക്കുന്ന ആൾക്കാർക്ക് കാണാനും അതുപോലെ തന്നെ ഈ വീടുണ്ടാക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ട് ഒന്ന് മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു വീട് കാണിച്ചു തരാം. ഇത് ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പിളി എന്ന് പറയുന്നൊരു ചേച്ചിയുടെ വീടാണ്. അവർ അത്രമേൽ കഷ്ടപ്പെട്ട് വെച്ചൊരു വീട് നമുക്ക് കാണാം. അവരൊന്ന് പരിചയപ്പെടാം ആദ്യം. എൻ്റെ പേര് അമ്പിളി, ഇതെൻ്റെ ആങ്ങളെയാണ് രാജേഷ്. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത് PMAY കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽ കിട്ടിയ വീടാണ്. ബ്ലോക്ക് വഴിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷം രൂപയാണ്. 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു ബാത്റൂമും സിറ്റ് ഔട്ടും കൂടിയാണ് ഞങ്ങളിതിന് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് അമ്പിളി ചേച്ചിക്കും രാജേഷിനും എനിക്കിത് നേരിട്ട് അറിയാവുന്നൊരു ഫാമിലിയും കൂടിയാണ്. ഇവർക്ക് ഒരു സുരക്ഷിതമായ വീടാണ് ഏറ്റവും ആവശ്യമുണ്ടായിരുന്നത്. അതിനേക്കാളും വലുത് അവർക്ക് വേറെ ഒന്നുമില്ല. അത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ഫാമിലിയാണ്. അവർക്ക് അങ്ങനെ ഒരു വീടുണ്ടായി. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതൊരു 449 സ്ക്വയർ ഫീറ്റ്, അതായത് 450 സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം. അങ്ങനെയുള്ളൊരു ചെറിയ വീടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്തൊരു വീട്. അപ്പോൾ ഇത് ഇത്രയൊന്നും കഷ്ടപ്പാട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതുപോലൊരു വീടാണ് നിങ്ങളും നിർമ്മിച്ചെടുക്കേണ്ടത്. ഒരു സിറ്റ് ഔട്ടാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ട്. അതിൻ്റെ മേളിൽ വെച്ച് ഇതുപോലെ ഒരു ബീം വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു കോമ്പാക്ട് ലുക്കാണ് വീടിന്. തറയെല്ലാം നല്ല രസമുള്ള, അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാൽ രസമുള്ള ടൈലുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള 2 തൂണുകളും ക്ലാഡിങ് വർക്കെല്ലാം ചെയ്ത് നല്ല ഭംഗി വരുത്തിയിട്ടുണ്ട്. മുന്നിൽ കണ്ടോ, രണ്ട് പാളി ജനലുകളുണ്ട്. അതുപോലെ ഒരു മെയിൻ ഡോർ, വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന മെയിൻ ഡോറാണ്. അക്കേഷ്യ മരത്തിൻ്റെ തടി കൊണ്ട് ചെയ്യിച്ചെടുത്തതാണ് ഈ ഡോറെല്ലാം. ഇങ്ങനെ തുറന്നു കയറിയാൽ സാധാരണ നമ്മളെ എല്ലാ വീട്ടിലും ഉള്ള പോലെ ഒരു ഹാളുണ്ട്. ഈ വീടിന് പറ്റിയ ഒരു അമിത വലിപ്പമൊന്നും ഇല്ലാത്തൊരു ഹാളാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു ഡൈനിങ് ടേബിൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ മെയ് മാസ പുലരി എന്ന് പറയുന്ന ഒരു പേരുള്ളൊരു ചെടിയുടെ പൂ കൊണ്ട് ഒന്നിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചേച്ചി തന്നെ ചെയ്തതാണ്. നല്ല കാറ്റും വെളിച്ചമുണ്ട്. ഇരിക്കാൻ വേണ്ടി ഒരു ദിവാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ കൂടെയുള്ള ഈ കസേരയിലൊക്കെ ആൾക്കാർക്ക് ഇരിക്കാം. ഒരു ടെലിവിഷനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് പൈസ കിട്ടിയപ്പോൾ തന്നെ ചേച്ചി ചെയ്തത് അടുത്തുള്ള നിർമ്മാണ തൊഴിലാളികളൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കൊണ്ട് എന്ത് ചെയ്തു, കോൺട്രാക്റ്റ് ഒന്നും കൊടുക്കാതെ തച്ചിന് പണി ചെയ്യിപ്പിച്ചു. ഇവിടെ ഇഷ്ടംപോലെ പണിക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് അന്നുള്ള തച്ചിനാണ് വീട് പണി പൂർത്തിയാക്കിയത്. നേരത്തെ പറഞ്ഞ പോലെ 7.5 ലക്ഷം രൂപയ്ക്കാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയറിയാം, ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വീടാണ്. ആഡംബരങ്ങളൊന്നുമില്ല. ഈ ജനലുകളെല്ലാം കോൺക്രീറ്റ് ആണ്. ഈ ചിലവ് ചുരുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കോൺക്രീറ്റ് ഉപയോഗിക്കാം. അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുള്ള സാധനമല്ല, അത്ര ഇൻഫീരിയർ ആയിട്ടുള്ള സാധനമല്ല. കുറച്ച് നാളൊക്കെ അത് കിടക്കും. ഇനി നമുക്ക് ഈ ഹാളിൻ്റെ പിന്നിലുള്ള ബെഡ്റൂം സ്പേസ് കാണാം. 2 ബെഡ്റൂമാണ് ഉള്ളത്. അവർ പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ശരിയായൊരു കാര്യം. കണ്ടോ, 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഒരു ടോയ്ലറ്റും തന്നെ ധാരാളം. ഇവിടെ ഒരു കട്ടിലും അതുപോലെ തന്നെ ഒരു അലമാരിയും മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് 2 പാളിയുടെ 2 ജനൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റായിട്ടൊരു കളർ അടിച്ചിട്ട് കുറച്ച് വിസ്തൃതിയൊക്കെ തോന്നുന്ന രീതിയിലാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പൈസ മുടക്കിയാലേ വീടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പൈസയൊക്കെ വരാൻ ഒരുപാട് താമസം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വീട് പണി ഒരുപാട് നീണ്ടുപോവുകയും ചെയ്യും. ഇതുപോലെ ബേസ് പ്ലാനിൽ ഒരു വീടുണ്ടാക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം എന്നാണ് പറയാനുള്ളത്. തൊട്ടടുത്ത് തന്നെ 2ാമത്തെ ബെഡ് സ്പേസ്, ഹാളിൻ്റെ പിന്നിലായിട്ട് 2ാമത്തെ ബെഡ് സ്പേസ്. നേരത്തെ കണ്ട അതേ മുറി തന്നെയാണ്. വലിപ്പവും ഏകദേശം സുമാർ ഒരു 90 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. ആദ്യം കണ്ട റൂമിൻ്റെ അതേ തന്നെ പ്ലാനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു 2 സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ, 1.5 സെൻറ്റിലൊക്കെ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്, 1 സെൻറ്റിലും വീട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതുപോലൊരു കുഞ്ഞു വീട് ഉണ്ടാക്കിയെടുക്കണം. പടിഞ്ഞാറ്റിനിയിൽ ഇങ്ങനെ വീടുകൾ കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വീടില്ലാത്ത ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ടും അവർക്ക് ഒരു വീടുണ്ടാകാനുള്ള ഒരു ആഗ്രഹം ഇതെല്ലാം കണ്ടിട്ട് ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടുമാണ്. കോമൺ ടോയ്ലറ്റാണ്. അടുക്കളയ്ക്കും ബെഡ്റൂമിനും ഇടയ്ക്കായിട്ട് ഹാളിൻ്റെ വലതുവശത്തായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വീട്ടിലെ അടുക്കളയിൽ കയറി നോക്കാം. ചെറിയ അടുക്കളയാണ്, കുഞ്ഞടുക്കളയാണ്. ഇതും ഒരു 80 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഉണ്ടാവുള്ളൂ. നല്ല കളർഫുള്ളായിട്ടുള്ള നിലത്ത് വില കുറഞ്ഞ ടൈലാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മേലൊരു ബെർത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നല്ല വാൾട്ടൈലൊക്കെ നല്ല രസകരമായ വാൾട്ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കുറഞ്ഞ വിലക്കൊക്കെ ലഭ്യമാണ്. ഇവിടെ ഈ ക്യാബിനറ്റിൻ്റെ പുറത്ത് ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. സിങ്കുണ്ട്. അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു
ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ വടക്ക് വശത്തു നിന്ന് നോക്കിയാലുള്ള കാഴ്ച ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും ഇവരെ പോലെ ഇത്രയും കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ അടിപൊളി വീട്, ചെറിയ വീട് ഉണ്ടാക്കിയെടുക്കുക. ഈ ചേച്ചിയുടെ കയ്യിൽ ഇതിൻ്റെ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഹാൻഡ് ഡ്രോയിങ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പ്ലാൻ കിട്ടുന്നതിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.